വിവാദങ്ങൾക്കിടെ വോട്ട് ചെയ്യാനെത്തി അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി പ്രകാശിന്റെ കുടുംബം മരണം വരെ കോൺഗ്രസുകാരാണെന്നും ആര്യാടൻ ഷൌക്കത്ത് വീട്ടിൽ വരാത്തതിൽ പരാതിയില്ലെന്നും വി പ്രകാശിന്റെ മകൾ പ്രതികരിച്ചു. വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ വൈകിയത് ഇടതുപക്ഷം രാഷ്ട്രീയായുധമാക്കിയിരുന്നു. വോട്ടെടുപ്പിന് പിന്നാലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ വി പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30യോടെയാണ് വി പ്രകാശിന്റെ ഭാര്യ സ്മിതയും മകൾ നന്ദനയും എടക്കര GHSSലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്യാൻ വൈകിയതെന്തെന്ന ചോദ്യത്തിന് വി പ്രകാശിന്റെ മകളുടെ മറുപടി ഇങ്ങനെ: 6 മണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ, നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. UDF ജയിക്കുമെന്നും മരണം വരെ കോൺഗ്രസുകാരായിരിക്കുമെന്നും ഇരുവരും പറഞ്ഞു. വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ വൈകിയത് ഇടത് സൈബർ കേന്ദ്രങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. പിന്നാലെ വി പ്രകാശിന്റെ ഭാര്യ വോട്ട് ചെയ്യാനെത്തുമോ എന്ന ചോദ്യം CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും തൊടുത്തുവിട്ടു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൈലി, അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൈലി നിലമ്പൂരിലെ പ്രചരണ രംഗത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായി. അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. കാരണം ഇപ്പോഴും വി പ്രകാശിന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ള ചോദ്യം ഒരു വലിയ ചോദ്യമായിട്ട് വോട്ടർമാരുടെ മുന്നിലേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്ത് മടങ്ങിയതിന് പിന്നാലെ അതേ പോളിംഗ് ബൂത്ത് സന്ദർശിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. LDF അതിനപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. LDF പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയണം. നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ എന്താ കാര്യം? വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ വി പ്രകാശിന്റെ കുടുംബത്തെ എടക്കരയിലെ വീട്ടിലെത്തി കണ്ടു. സൗഹൃദ സന്ദർശനം മാത്രമെന്ന് AP അനിൽകുമാറിന്റെ പ്രതികരണം. ഞങ്ങൾ പ്രകാശുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഇവിടെ ഉണ്ട്. ഒന്ന് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞു പോകുന്ന വഴി ഒരു സൗഹൃദം പുതുക്കി പോകുന്ന അത്രമാത്രം. സ്ഥാനാർത്ഥിയായ ശേഷം ആര്യാടൻ ഷൌക്കത്ത് വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തത് വിവാദമായിരുന്നു. ഇതിനിടെ എതിർ സ്ഥാനാർത്ഥികളായ PV അൻവറും M സ്വരാജും പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിച്ചതും വിവാദത്തിനാക്കം കൂട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായിരുന്നു വി പ്രകാശ്. മീഡിയ 1 നിലമ്പൂർ.